1990 കമ്മ്യൂണിസം തകർത്തു റഷ്യയിൽ. കമ്മ്യൂണിസം റഷ്യ തകർന്നുപോയി. പിന്നെ വീണ്ടും തിരിച്ച് സ്വകാര്യ മേഖലയിലേക്ക് എല്ലാം കൊണ്ടുവരികയാണ്. അതിനിടയിൽ മുതലാളിമാരായ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരാണിത്. ഇവർ 1990കളിൽ റഷ്യയിലെ വലിയ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരായിരുന്നു. മനസ്സിലായില്ല. അവരുടെ കയ്യിൽ പണം ഉണ്ടായിരുന്നു. അവരെന്ത് ചെയ്തെന്നറിയോ? എല്ലാം പൊതുമേഖലയായതുകൊണ്ട് ഇനി എല്ലാം എവിടുന്ന് തുടങ്ങണം? സീറോ മുതൽ തുടങ്ങണം. സ്വകാര്യവൽക്കരണ മേഖലയിൽ കോടാനക്കോടി ഇൻവെസ്റ്റ് ചെയ്ത ഇവരാണ്. ഇന്ന് റഷ്യയിലെ ഏറ്റവും വലിയ ബില്യണർമാർ ഇവരാണ്. ഇവരാരാ? 1990കളിലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ റഷ്യയിലെ. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല. അതിന്റെ ഇടയിൽ സ്ഥലം ഉണ്ടല്ലോ. രാജ്യം തകർന്നു. പൊതുമേഖലയിലാക്കിയ എല്ലാ വിപണികളും തകർന്നു. എല്ലാം തകർന്നു. ഇനി വീണ്ടും സ്വകാര്യവൽക്കരണം കൊണ്ടുവരണം. അപ്പോൾ ഇൻവെസ്റ്റ് വരണം. രാജ്യത്തിന് ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയില്ല. പിന്നെ ആര് ഇൻവെസ്റ്റ് ചെയ്യണം? മുതലാളി ഇൻവെസ്റ്റ് ചെയ്യണം. അന്ന് ഇവര് 1990കളിൽ ഇവരെ ആരാ? വലിയ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരാണ്. രാജ്യം നിയന്ത്രിക്കുന്ന നേതാക്കന്മാരാണ്. അവരുടെ കയ്യിൽ പണം ഉണ്ടായിരുന്നു. അവർ പണമിറക്കി സ്വകാര്യ മേഖലയിൽ. ഇന്ന് റഷ്യയിലെ ഏറ്റവും വലിയ പണക്കാർ ഇവരാണ്. വ്ളാഡിമിർ പൊട്ടാനിൻ ഒരാൾ 25.9 ബില്യൺ US ഡോളറാണ് അയാളുടെ ആസ്തി. ലെനോഡ് മിക്കൽസൺ 22.6 ബില്യണാണ് അയാളുടെ ആസ്തി. അലക്സി മൊർദാഷോവ് 22.5 ബില്യണാണ് അയാളുടെ ആസ്തി. വലിയ ബില്യണർമാരാണ്. വലിയ പണക്കാരാണ്. എന്തുകൊണ്ട്? വീണ്ടും പൊതുമേഖലയെ മാറ്റിയിട്ട് എങ്ങോട്ട് കൊണ്ടുവന്നു? സ്വകാര്യവൽക്കരണം നടക്കുന്നതിനിടയിൽ പണമുണ്ടാക്കിയ മില്യണർമാർ. അപ്പൊ വീണ്ടും നഷ്ടം രാജ്യത്തിന്. വലിയ ബില്യണർമാരെ സൃഷ്ടിക്കുക. ഈ പ്രശ്നമൊന്നും മുസ്ലിം സമുദായത്തിൽ ഉണ്ടാവുകയേയില്ല. ഇസ്ലാമിക് എക്കണോമി അനുസരിച്ച് ചൂഷണം എന്ന പ്രശ്നമില്ല. ഒരിക്കലും പലിശ അംഗീകരിക്കൂല. മനസ്സിലായില്ല. എല്ലാത്തിൻ്റെയും ചൂഷണത്തെ ഇസ്ലാം നിരാകരിക്കും. പലിശ ഇസ്ലാമിൽ ഉണ്ടാവില്ല. ആധുനിക വ്യവസ്ഥയിൽ പോലും സർക്കാർ പിടിച്ചു നിൽക്കുന്ന പ്രധാനപ്പെട്ട സാധനമാണ് എന്ത്? പലിശ. ഇസ്ലാം അത് അംഗീകരിക്കൂല. എന്തുകൊണ്ട്? കടക്കാരനെ വീണ്ടും കടക്കണിയിലാക്കുക. ഇസ്ലാമിൽ ഒരാൾ കടത്തിലായാൽ സക്കാത്ത് കൊടുക്കും. ഇപ്പോൾ ഒരാൾക്ക് 75 US ഡോളറിന് സമാനമായത് അയാൾക്ക് മന്ത്രി വരുമാനമുള്ള വ്യക്തിയാണെങ്കിൽ അയാൾ ദാരിദ്ര്യ രേഖയ്ക്ക് മുകളിലാണെന്ന് കണക്കാക്കപ്പെടും ഇന്ത്യ രാജ്യത്ത്. ഒന്നും കൂടി പറയാം. എത്ര? 75 US ഡോളറിന് സമമായ പണത്തെക്കാൾ ഒരാൾക്ക് വരുമാനം ഉണ്ടെങ്കിൽ അയാൾ എന്താണ്? 75 US ഡോളറിന് സമമായ പണത്തെക്കാൾ കൂടുതൽ അയാൾക്ക് മന്ത്ലി വരുമാനമുണ്ടെങ്കിൽ അയാളെ ദാരിദ്ര്യരേഖക്ക് മുകളിലായി കണക്കാക്കപ്പെടും. അതന്നെ തെറ്റാണ്. അതൊരു തെറ്റാണ്. എന്തുകൊണ്ട്? ഇതേ ഒരാൾക്ക് 75 മനസ്സിലായില്ല. അപ്പം നമ്മൾ BPL APL ഒക്കെ കാർഡുകളുണ്ടല്ലോ. ഈ കാർഡിന്റെ കണക്കാണ് ഈ പറയുന്നത്. 75 US ഡോളറിന് സമമാകുന്ന പണത്തെക്കാൾ കൂടുതൽ ഒരാൾക്ക് മന്ത്ലി ഇൻകം ഉണ്ടെങ്കിൽ അയാൾ ദാരിദ്ര്യരേഖക്ക് മുകളിലാണ്. അപ്പോൾ തന്നെ ഇയാൾ ദരിദ്രനായി കൂടെ ആകാലോ? ഇയാൾ കടക്കാരനാണെങ്കിൽ. ഒരു കടക്കാരൻ അയാൾക്ക് പാപ്പാന്റെ രോഗം അല്ലെങ്കിൽ ഉമ്മാടെ രോഗം, അവർ രോഗിയായി മരിച്ചു, അയാൾക്ക് വലിയ കടം വന്നു, മകളെ കെട്ടിച്ചു, കടം വന്നു, വീട് കയറ്റി, കടം വന്നു. വരുമാനം മന്ത്ലി അയാൾക്ക് എന്തുണ്ട്? 75 US ഡോളറിന് സമമായത് കടം. അയാൾക്ക് വരുമാനമുണ്ടെങ്കിൽ തന്നെ ഇയാൾ ആരായിരിക്കും? ദരിദ്രൻ. കടക്കാരൻ ദരിദ്രനാണ്. ഇയാൾക്ക് സക്കാത്ത് കൊടുക്കണം. ഇസ്ലാം നിയമമാണ്. ഇങ്ങനത്തെ, അതായത് ഇസ്ലാം കൊണ്ടുവന്ന സാധു സംരക്ഷണം ഇന്ന് പോലും ആധുനിക സർക്കാരുകൾക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. നിങ്ങൾ എത്ര വലിയ അത്ഭുതമാണ് പറയുന്നത്. നിങ്ങൾ എന്താ ചിന്തിക്കാത്തത്? ഇസ്ലാമിന് ഒരു വരുമാനം മാത്രമല്ല നോക്കുക, എല്ലാ വരുമാനത്തിനും പറയാനുള്ള അവസ്ഥ പരിഗണിക്കും. ഒരാൾ ധനാഢ്യന വരുമാനമുള്ള ആണെങ്കിൽ ഇപ്പം സക്കാത്ത് വാങ്ങാം. അയാൾക്ക് എന്തുണ്ടായാൽ മതി? അതിനെ മറികടക്കുന്ന കടമുണ്ട്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല. ഒരാൾക്ക് കടമുണ്ടെങ്കിൽ അയാൾക്ക് സക്കാത്ത് വാങ്ങാം. സക്കാത്ത് അയാൾക്ക് കൊടുക്കുകയും വേണം, സക്കാത്ത് വാങ്ങുകയും ചെയ്യാം. ഇപ്പൊ 75 US ഡോളറിന് സമമായത് പണം അയാൾക്ക് അതിന്റെ മുകളിൽ അയാൾക്ക് വരുമാനമുണ്ട്. പക്ഷെ അയാൾക്ക് എന്തുണ്ട്? 10 അല്ല 25 അല്ല ഇത് വീട്ടിയാലും അയാൾ കടം തീരൂല. ഇപ്പൊ ഈ ഇന്നലെ ഒരാൾ പറഞ്ഞു 3 ദിവസം
മകളെ ആശുപത്രിയിലിട്ടു. മോള് മരിക്കുകയും ചെയ്തു. 3 ദിവസത്തെ ആശുപത്രി ചെലവ് 10 ലക്ഷം റുപ്യ. എന്നൊക്കെ പറഞ്ഞു. ഞാൻ ഇന്നലെ ഒരാൾ പറഞ്ഞു എന്നോട്, ഒരാൾ മോൾക്ക് എന്തോ ആശുപത്രി കൊണ്ടുപോയപ്പോൾ എന്തോ സംഭവിച്ചു പോയി. സംഭവിച്ച മരുന്ന് കൊടുത്തില്ലോ ഗുളിക കൊടുത്തിലൊക്കെ എന്തോ ഒരു അപാകത സംഭവിച്ചു. ആ കുട്ടി പിന്നെ ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടി കോമയിൽ കടന്നു. 2-3 ദിവസം. പിന്നെ ആ 3 ദിവസം പിന്നെ അയാൾ ആ കുട്ടിയെ വലിയ ചെലവ് ചെയ്തിട്ട് ചികിത്സിച്ചു. കാരണം ബാപ്പാക്ക് ആകെ ഒരു മോളേ ഉള്ളൂ. അങ്ങനെ ആ കുട്ടി മരിച്ചു. ഈ 3 ദിവസം കൊണ്ട് ഈ കുടുംബത്തിന് എത്രയാണ് വന്നത്? 10 ലക്ഷം റുപ്യ ആശുപത്രി ചെലവ്. ഇനി ഇവർ സാധാരണ മീൻ വെക്കുന്ന തൊഴിലാളിയോ അതുപോലത്തെ തൊഴിലാളിയോ അല്ലെങ്കിൽ ആവറേജ് പെട്ടിക്കട കൊണ്ടോ അല്ലെങ്കിൽ പലചരക്ക് കട കൊണ്ടോ ജീവിക്കുന്ന ഒരു പലചരക്ക് കട അതിമ ജീവിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു പെട്ടിക്കട അതിമ ജീവിക്കുകയാണ്, അല്ലെങ്കിൽ ഓട്ടോറിക്ഷ അതിൽ ജീവിക്കുകയാണ്. നമ്മൾ ഒരു വലിയൊരു മറിഞ്ഞ ലാഭം കിട്ടാത്ത കാലത്തോളം ഈ 10 ലക്ഷം ഇയാൾക്ക് വീടണമെങ്കിൽ എത്ര കാലം കഴിയണം? ഇസ്ലാമിൽ ഇയാൾ ആരാണ്? ഇസ്ലാമിൽ ഇയാൾ സക്കാത്ത് വാങ്ങാൻ അർഹതയുള്ള വ്യക്തിയാണ്. കാരണം വരുമാനത്തെ മറികടക്കുന്ന എന്തുണ്ട് ഇയാൾക്ക്? പറഞ്ഞുകുട്ടി കടമുണ്ട്. ഈ ആൾക്ക് ഒരു ദാരിദ്ര്യന്റെ യാതൊരു അനുകൂലം ഇന്നും സർക്കാർ കൊടുക്കൂല. എത്ര വലിയ പരാജയമാണത്? അതായത് ഈ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പരിശുദ്ധ ഇസ്ലാം കൊണ്ടുവന്ന ജനോപകാരപ്രദമായ മാനുഷിക മൂല്യമുള്ള ഈ പരിശുദ്ധമായ നിയമത്തിന്റെ 7 അയലത്തെത്താൻ ഇത്രയേറെ കൂലങ്കഷമായി ആലോചിച്ചിട്ട് പോലും സർക്കാരുകൾ കഴിഞ്ഞിട്ടില്ല. ഇന്നിപ്പോ നമ്മുടെ സംസ്കരണ അവസ്ഥ. ഇപ്പൊ ഒരാള് അങ്ങനെയുള്ളൊരു വരുമാനം ഉണ്ടാവുന്ന ഒരു സാഹചര്യം അയാൾക്കുണ്ടെങ്കിൽ അയാൾ പിന്നെ സമ്പന്നനായിട്ട് ആര് പരിഗണിക്കുക? സർക്കാർ പരിഗണിക്കുക. ഒരാളും കൂടി അയാൾ കിട്ടൂല. ഒരു പിടി അരി അയാളെ വീട്ടിലുണ്ടാവില്ല. സത്യത്തിൽ BPL കാർഡിൻകാരനേക്കാൾ വലിയ ആനുകൂല്യത്തിന് ഇയാൾ അർഹനാണ്. പക്ഷെ സർക്കാർ രേഖയിലെ ഉൾപ്പെടൂല, ഇസ്ലാമിക ഉൾപ്പെടും. ഇസ്ലാം പോലെ സമൂഹത്തിന് നന്മ നൽകിയ ഒന്നുമില്ല. അത് സോഷ്യലിസത്തിന്റെയും മുതലാളിത്തത്തിന്റെയും മധ്യത്തിൽ നിന്നും മുതലാളിക്ക് ബോധനവും അവന്റെ ഔത്സുക്യം ചെലവഴിച്ച് രാജ്യത്തെ പ്രൊട്ടക്റ്റ് അധികരിപ്പിക്കാനുള്ള സൗകര്യം മുതലാളിക്ക് ചെയ്തു കൊടുക്കുന്നതോടുകൂടെ തൊഴിലാളികളെ പരിഗണിക്കാനുള്ള ധാർമ്മികമായ മൂല്യവും ബോധനവും കൂടി മുതലാളിക്ക് നൽകുകയും ചെയ്തു. തൊഴിലാളിയെ ആത്മാർത്ഥതയുള്ളവനാക്കി. എന്തുകൊണ്ട്? സ്വാഭാവികമായി ഓട്ടോമാറ്റിക്കലി ആത്മാർത്ഥതയുള്ളവനാവും. എന്തുകൊണ്ട് ലയിപ്പിച്ചെന്ന് പണിയുണ്ടാവില്ല? നമ്മൾ 1990-കളിലാണ് എൻ്റെ ഓർമ്മ. 1990-കളില് നമ്മളെ മാവ് ഗോളിയറാൻസ് പൂട്ടി. എന്റെ കുറെ ആളുകൾ സമരം ചെയ്ത് പൂട്ടി. സമരം ചെയ്യേണ്ടിയിരുന്നില്ല, ഇല്ലെങ്കിൽ തന്നെ ഇതിനകം പൂട്ടിയിരുന്നു. എന്തുകൊണ്ട് മനസ്സിലായില്ല? അവിടെ തൊഴിലാളി സർവാധിപത്യം വന്നു. ബിർളയുടെ മുതലാണ്, കൃത്യമായി നോക്കാൻ ആളില്ല. പഞ്ചിങ് നടത്തിയിട്ട് നേരെ ഇറങ്ങിപ്പോവും. എവിടേക്ക്? പഞ്ചിങ് നടത്തിയിട്ട് നേരെ പരിപ്പടിയും ചായയും കുടിക്കാൻ വേണ്ടി പോയിട്ട് പിന്നെ ഉച്ചയ്ക്ക് കയറി വരുള്ളൂ. നോക്കാൻ പറയാൻ ആളില്ല. അതായത് മുതലാളിയുടെ കണ്ണ് തെറ്റിയാൽ പോലും ഇതാണ് രീതി. പൊതുവെ മനുഷ്യന്മാർ മടിയന്മാരുമാണ്. എങ്കിൽ തൊഴിലാളികളിലേക്ക് സൗകര്യം വിട്ടുകൊടുത്താൽ എന്തായിരിക്കും അവസ്ഥ? ഇപ്പൊ കേരളത്തിലെ ഏറ്റവും തൊഴിലാളികളാൽ നിയന്ത്രിക്കപ്പെടുന്ന സ്ഥാപനങ്ങളിൽ ലാഭമുള്ളത് ഏതാ? കേരള സർക്കാരിന്റെ സ്ഥാപനം. ഒരു സ്ഥാപനത്തിന്റെ പേര് പറയും. 2 സ്ഥാപനത്തിന്റെ പേര് ഞാൻ പറയും. കേരളം സർക്കാർ നടത്തുന്ന ലാഭകരമായ 2 സ്ഥാപനം. ഒന്ന് ചിട്ടി കമ്പനി, KSFE ചിട്ടി കമ്പനി ലാഭകര. എന്തുകൊണ്ട്? അതിൽ എന്ത് കിട്ടും? പലിശ. പിന്നെ ബീവറേജ് കോർപ്പറേഷൻ. കാരണം എന്തുകൊണ്ട്? 100 രൂപയ്ക്ക് കള്ളുണ്ടാക്കി 1000 രൂപയ്ക്ക് വിൽക്കാം. ജനങ്ങളെല്ലാവരും കള്ളു കുടിക്കുകയും ചെയ്യും. വലിയ വലിയ സെലിബ്രിറ്റികളാണ് പരസ്യം കൊടുക്കുന്നത്. എന്തിന്? കള്ളിന്റെ പരസ്യം. വലിയ വലിയ ആക്ടർമാരും ആക്ട്രസുമാരും വരെ വലിയ വലിയ സെലിബ്രിറ്റികളാണ് എന്ത് ചെയ്യണത്? പരസ്യം കൊടുക്കുന്നത്. എന്തിന്? മദ്യത്തിന്. ഇപ്പൊ ബീവറേജ് കോർപ്പറേഷൻ സ്വാഭാവിക ലാഭം ഉണ്ടാവും. കേരളത്തിൽ ബീവറേജ് കോർപ്പറേഷനും ഈ ചിട്ടി കമ്പനി അല്ലാതെ കേരള സർക്കാർ നടത്തുന്ന ലാഭകരമായ സാധനത്തിന് പേര് പറയും. ഇന്ത്യ നാട്ടിലുണ്ട് വുഡ് കോംപ്ലക്സ്. നെൽമ്പൂർ കയറിനോട്ട് വുഡ് കോംപ്ലക്സ് കാണാം. പൂട്ടി. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തിട്ടും വുഡ് കോംപ്ലക്സ് പൂട്ടാനുള്ള ഒരു ന്യായം എനിക്കറിയില്ല. കാരണം കാട്ടിലെ മരം, സർക്കാരിന്റെ മരം, തോന്നിയത് വെട്ടിയെടുക്കാം, തോന്നിയ വില അവർക്ക് നിശ്ചയിക്കാം.
ഒരു പ്രശ്നമില്ല. ഈ ലോകത്ത് എവിടേക്കും കയറ്റി കയക്കാം. ടാക്സ് കൊടുത്തില്ല എന്നതിന്റെ പേരിൽ ഏതെങ്കിലും രാജ്യത്തേക്ക്, ലോകത്തെ ഏതെങ്കിലും രാജ്യത്തേക്ക് അയക്കുന്നത് ടാക്സ് കൊടുത്തില്ല എന്നുള്ള പേരിൽ കൊച്ചിയിൽ കെട്ടിക്കിടക്കൂല. എന്തുകൊണ്ട്? കേരള സർക്കാരിന്റെ സ്ഥാപനമാണ്. മരം എവിടെ ഉണ്ട്? പള്ള നിറച്ച് മരം നിലമ്പൂരുണ്ട്. ആ മരം വെട്ടിയെടുക്കാം. ഈ മരം സർക്കാരിൽ നിന്ന് ലേലത്തിൽ വാങ്ങിയിട്ട് തലശ്ശേരി മറ്റുമൊക്കെയുള്ള മുതലാളിമാർ കൊണ്ടുപോയി ലോകത്തെ വമ്പൻ മുതലാളിമാരായി. ഇത് 20 കൊല്ലം മുമ്പ് കൂട്ടി തുടങ്ങിയിട്ട് 4 കൊല്ലം കൂട്ടി. എന്റെ തൊഴിലാളി നടത്തുന്നത് പൂട്ടും, മുതലാളിയില്ല. ഒരിക്കലും മനസ്സിലായില്ല. ആയിരക്കണക്കിന് ബസ്സാണ് നടത്തുന്നത്. ആര്? KSRTC. എന്താ KSRTCയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കൊടുക്കുന്ന 96 റുപ്യ കൊടുത്തിട്ട് ഡീസൽ അടിക്കേണ്ടതില്ല. വളരെ അവർക്ക് വേറെ പെട്രോൾ പമ്പാണ്. മനസ്സിലായില്ല? 96 റുപ്യയും പിന്നെ അതിന്റെ എന്താ GSTയും പിന്നെ അതിന്റെ ബാക്കിയും പിന്നെ കൈകാട്ടുന്ന ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ മുന്നിലും പിന്നിലും പൈസയും കൈക്കൂലും ഒക്കെ കൊടുത്തിട്ട് 1 ബസ്സും 2 ബസ്സും നടത്തണോ, മക്കളെ കെട്ടിക്കണേ, പൈസ ഉണ്ടാക്കണേ, ലാഭത്തിൽ പോകുന്നു. അവർക്ക് എല്ലാ ടോൾ ബൂത്തിനും ടോൾ കൊടുക്കണം. KSRTCക്ക് എന്തില്ല? ടോളില്ല. KSRTCക്ക് ആരും കുത്താം, പൈസ കൊടുക്കേണ്ടതില്ല. കൊല്ലാം, പൈസ കൊടുക്കേണ്ടതില്ല. കുത്തി കൊന്നു പോയാൽ മതി, പൈസ കൊടുക്കണ്ട. ആരെയും കുത്താം, ആരെയും കൊല്ലാം. മനസ്സിലായില്ല? വണ്ടി കൊണ്ടേ കുത്തുമ്പോൾ ആദ്യം തന്നെ ബാപ്പാര് ചോദിക്കുക, KSRTC കെറ്റാണോ കുത്തിയെ? KSRTC കെറ്റ കുത്തിയാണെങ്കിൽ ഒന്നും കിട്ടൂല. അപ്പൊ ഒരു നഷ്ടം എവിടെ? മനസ്സിലായില്ല. ഇപ്പൊ 1000 റുപ്യ പോക്കറ്റിൽ ഇട്ടിട്ട്, ഇനിയിപ്പോ 1000 റുപ്യ പോക്കറ്റിലിട്ട് തിരുവനന്തപുരത്തേക്ക് യാത്ര പോകുകയാണെങ്കിൽ ആ 1000 റുപ്യയിൽ വല്ലാതെ ബാക്കി ഉണ്ടാവില്ല. തിരുവനന്തപുരത്ത് ടോൾ കൊടുത്തിട്ട് ഇനി അള്ളാന്റെ തൗഫീഖോട് കൂടെ പുതിയ റോഡ് വരാൻ പോവാണ്. ആ റോഡ് വന്നു കഴിഞ്ഞാൽ 5000 റുപ്യ പോക്കറ്റ് ഇട്ട് തിരുവനന്തപുരത്ത് പോയാലും വേഗം തിരുവനന്തപുരത്തെത്തും. പക്ഷേ പൈസ ബാക്കിണ്ടാവും. കാരണം ഓരോ 50 കിലോമീറ്ററിലും എന്തുണ്ടാവും? ടോൾ ബൂത്ത് ഉണ്ടാവും. KSRTCക്ക് ആ പ്രശ്നമല്ല. ഓരോ 25 കിലോമീറ്ററിൽ ടോൾ ബൂത്ത് ഉണ്ടായാലും KSRTCക്ക് പ്രശ്നമില്ല. ടോൾ കൊടുക്കണ്ട. നമ്മൾ കൊടുക്കുമ്പോൾ 96 റുപ്യ ഡീസലിന് കൊടുക്കണ്ട, ഒന്നും വേണ്ട, ഒരു പ്രശ്നമില്ല. എന്നിട്ട് KSRTCയുടെ ഈ വർഷത്തെ നഷ്ടം 1522 കോടിയാണ്. പുതിയ റിപ്പോർട്ട്. പുതിയ റിപ്പോർട്ട്. $1522 കോടി നഷ്ടം. വാട്ടർ അതോറിറ്റിക്ക് നഷ്ടം 1312 കോടി. ആരെങ്കിലും വെള്ളത്തിന് പൈസ അടച്ചിട്ടില്ലെങ്കിൽ അപ്പൊ കട്ടി. എന്നിട്ടും ഒരു നഷ്ടമാണ് എത്ര? 1312 കോടി. സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡ് നഷ്ടം 1043 കോടി. KSEB, ബഹുമാനപ്പെട്ട KSEB, നമ്മൾ നടുവടിക്കണ ബില്ലടക്കണ KSEBക്ക് നഷ്ടം 1024 കോടി. എന്തേ? മുതലാളിമാരല്ല നടത്തുന്നത്, തൊഴിലാളികളാണ്. ഈ ലോകത്ത് തൊഴിലാളികളാൽ നടത്തപ്പെടുന്ന ഒരു സ്ഥാപനത്തിനും ലാഭം ഉണ്ടാക്കാൻ കഴിയില്ല. സിസ്റ്റം എങ്ങനെയാണ്? ആലോചിച്ച് നോക്ക്. സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ നഷ്ടം 190 കോടി. കശുവണ്ടി വികസന കോർപ്പറേഷൻ എല്ലാ മുതലാളിമാരും എല്ലാ സമ്മേളനത്തിലും എല്ലാ മൂല്യന്മാരും ബാക്കിയുള്ളവരും എല്ലാവരും കശുവണ്ടി ഇങ്ങനെ തിന്നിട്ടും ഈ കൊല്ലത്തെ നഷ്ടം 76 കോടി. കശുവണ്ടി വികസന കോർപ്പറേഷൻ സമ്മേളനത്തിന് മുഴുവൻ അണ്ടിപ്പരിപ്പ് നിന്ന പണിയാണ്, എന്നിട്ടും 76 കോടി നഷ്ടം. കേരള സ്റ്റേറ്റ് ടെക്സ്റ്റൈൽ കോർപ്പറേഷൻ നഷ്ടത്തിന് 67 കോടി. തുണിയും കുപ്പായ എടുക്കണ പണിയല്ലാതെ പെണ്ണുങ്ങൾക്കില്ല. പെണ്ണുങ്ങളെ പണി തന്നെ തുണി എടുക്കണം. അത് ഒരു വീട്ടിൽ എത്രയാ ഓരോരുത്തരും ഓരോ അവനവന്റെ വസ്ത്രം അവനവനെ ഏൽക്കണം ഏറ്റോളിന്നെങ്ങാനും പറഞ്ഞാൽ നമ്മൾ ബിഹാരികളിൽ കൂലിക്കൊളിക്കേണ്ടി വരും. കാരണം അതിന് മാത്രം വസ്ത്രം ഓരോരുത്തർക്കുണ്ട്. എന്നിട്ട് ഇത് വിൽക്കുന്ന കേരള ടെക്സ്റ്റൈൽ കോർപ്പറേഷന്റെ നഷ്ടം 67 കോടി. KTDFC നഷ്ടം 59 കോടി. ട്രാവൻകൂർ ടൈറ്റാനിയം പ്രൊഡക്ട്സ്
നഷ്ടം 51 കോടി. കേരള ഫീഡ്സ് നഷ്ടം 42 കോടി. ഇനി ഇന്ത്യയിൽ നഷ്ടമുള്ള വേറെ ചില കേരളത്തിൽ നഷ്ട. കേരളത്തിൽ ഏറ്റവും നഷ്ടത്തിലോടുന്ന ഒരു സ്ഥാപനമാണ് എയർ ഇന്ത്യ. എത്രയാണ് എയർ ഇന്ത്യയുടെ ചാർജ്? കയ്യും കണക്കുമില്ല. മുതലാളിമാരെ ഏറ്റെടുത്ത ഒന്നും കൂടി കുറക്കും. മനസ്സിലായില്ല? തോന്നിയതാണ്. അതായത് ഓരോ സീസണിലും ഓരോണ്ടാണ്. ഒരാൾ അമേരിക്കയിലേക്ക് പോകുന്നതിനേക്കാൾ പൈസയാണ് ദുബൈയിലേക്ക് പോകുന്നത്. എന്തുകൊണ്ട്? ദുബൈക്ക് ഇഷ്ടംപോലെ ആൾ പോകാനുണ്ട്. അപ്പൊ പൈസ കൂട്ടണം, ലാഭം പരമാവധി ഉണ്ടാക്കണം. എന്നിട്ട് നഷ്ടം എത്രയാ നഷ്ടം? ഇനി എയർ കേരള വരുന്ന അപ്പൊ പറഞ്ഞ്, എയർ കേരള വന്നാൽ പിന്നെ നമ്മളൊക്കെ എയറിലാണ്. അതേസമയം ലാഭമാണ്. ഇതേ എയറിൽ തന്നെ പോയി വരുന്ന ജെറ്റ് ലാഭത്തിലാണ്. എല്ലാവരും ലാഭത്തിലാണ്. എയർ ഇന്ത്യ നഷ്ടത്തിലാണ്. കാരണം ജെറ്റ് നടത്തുന്ന മുതലാളിയാണ്, എയർ ഇന്ത്യ നടത്തുന്നത് തൊഴിലാളികളാണ്. നഷ്ടത്തിലാവുള്ളൂ. തൊഴിലാളികളാൽ നടത്തപ്പെടുന്ന ഏതു സ്ഥാപനമാണ് ലോകത്ത്, പ്രത്യേകിച്ച് ഇന്ത്യയിൽ, എന്താ ലാഭത്തിലുള്ളത്? ലോകത്തെ ലാഭത്തിലുള്ളത്? ഇതൊക്കെ നമ്മൾ ചിന്തിക്കണം, പഠിക്കണം. എല്ലാം ധനമാസിയുടെ റിപ്പോർട്ടാണ്. 2000 നഷ്ടം 4811 കോടിയായി വാരിക്കൂട്ടി 13 സംസ്ഥാനത്തെ പൊതുമേഖലാ ഒന്നാമത് നഷ്ടം വാരിക്കുട്ടിയിൽ ഒന്നാമത് ധനമാസിക, ഒന്നാമത് KSRTC. 4811 കോടിയായി വാരിക്കൂട്ടി, നഷ്ടം വാരിക്കൂട്ടി സംസ്ഥാനത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഒന്നാമത് KSRTC. കേരളത്തിൽ ഏറ്റവും നഷ്ടം വാരിക്കൂട്ടിയത് ബഹുമാനപ്പെട്ട KSRTC. പിന്നെ KSEB, BSNL നട്ടത്തിലാ. അതേ സമയത്ത് എന്തുകൊണ്ട് സർക്കാരാണ് നിയന്ത്രിക്കുന്നത്, ഉദ്യോഗസ്ഥന്മാർ നിയന്ത്രിക്കുന്നത്? അതേ സമയത്ത് മനസ്സിലായില്ല, എത്രയോ മൊബൈൽ കമ്പനികൾ, മൊബൈലില് മനസ്സിലായില്ലേ, എല്ലാം ലാഭത്തിൽ. BSNL നട്ടത്തിൽ. എന്തുകൊണ്ട്? നമ്മൾ തൊഴിലാളികളാണ്, മുതലാളിയില്ല. ഇതൊക്കെ വളരെ കൃത്യമായ യാഥാർത്ഥ്യ. കമ്മ്യൂണിസത്തിന് ലോകത്ത് ഇന്ന് വരെ വിജയിക്കാൻ കഴിയൂല. കമ്മ്യൂണിസം ഒരു ദുരന്തവും പരാജയവുമാണ്. കമ്മ്യൂണിസത്തിന് മനുഷ്യ മനസ്സിലേക്ക് നിരീശ്വരവാദം കൊടുക്കാൻ കഴിഞ്ഞു എന്നല്ലാതെ ഒന്നും കഴിഞ്ഞിട്ടില്ല. കമ്മ്യൂണിസം കൂടുതൽ മനുഷ്യരെ ചില ഊട്ടപ്പൻ ചിന്താഗതികളുടെ അടിമകളാക്കി മാറ്റി. പിന്നെ ഫെമിനിസം വളർത്തി, ലിബറലിസം വളർത്തി, നിരീശ്വരവാദ ധാർമ്മിക ചിന്തകൾ ഇല്ലാതെയാക്കി. ജനങ്ങളെ തീരുമാനമില്ലാതെ ഇപ്പം നമ്മളെ നാട്ടിൽ പോയി കഴിഞ്ഞ 2 ആഴ്ച ഒരു വിവാദം ഉണ്ടായി. ഒരു സ്ത്രീ ഒരു ഉദ്ഘാടനത്തിന് വേണ്ടി വന്നതിന് വേളയിൽ ഒരു പ്രശ്നം ഉണ്ടായി. അതുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്ക് ഇപ്പോൾ തീരുമാനമില്ല. ഇപ്പം ആ സ്ത്രീ വസ്ത്രം ധരിച്ചതിലാണോ തെറ്റ്, അതല്ല ഇയാൾ പറഞ്ഞതിലാണോ തെറ്റെന്ന് ഇപ്പം കേരളത്തിൽ ഒരു തീരുമാനമായില്ല. തീരുമാനമാവില്ല. എല്ലാവരും പറഞ്ഞത് ആ സ്ത്രീക്ക് വസ്ത്രം ധരിക്കാൻ പൂർണ്ണമായ അവകാശമുണ്ടെന്നാണ്. അത് താൻ കഴിക്കുന്നതും താൻ ധരിക്കുന്നതും തനിക്ക് തീരുമാനിക്കാം. അങ്ങനത്തെ രാജ്യമാണ് ഇന്ത്യ. അതുകൊണ്ട് ഇപ്പൊ ഒരു പുടുത്തല്ല. ആ സ്ത്രീ വസ്ത്രം ധരിച്ചതിലാണോ തെറ്റ്, ആ വസ്ത്രം കുറഞ്ഞു പോയതിലാണോ തെറ്റ്, ഇയാൾ എന്തോ കമന്റ് ചെയ്തതിലാണോ തെറ്റ്, ഒരു പിടുത്തം ആർക്കും കിട്ടുന്നില്ല, ഒന്നും കിട്ടുന്നില്ല. മനസ്സിലാണില്ല. അങ്ങനത്തെ ലിബറലിസം ജനങ്ങളിലേക്ക് ഇട്ടുകൊടുക്കാൻ കമ്മ്യൂണിസത്തിന് കഴിഞ്ഞു. കമ്മ്യൂണിസം എവിടെ ലാഭം ഉണ്ടാക്കിയത്? മുതലാളിത്തത്തിലേക്ക് മാറുകയാണ് ചൈന. അട്ടിച്ചു കയറുകയാണ്. മുതലാളിത്ത വ്യവസ്ഥിതിയുടെ ഈറ്റില്ലവും പോറ്റില്ലവുമായി മാറാൻ പോകുന്നത് ഈ നൂറ്റാണ്ടിൽ അമേരിക്കയല്ല, ചൈനയാണ്. കമ്മ്യൂണിസ്റ്റ് ചൈന. പുറത്താർക്കും വാതിൽ തുറന്നു കൊടുക്കാത്ത രാജ്യം എന്നുള്ള പേര് മാറി. ഇനി ഇൻവെസ്റ്റേഴ്സ് മില്യൂണർമാര് റോന്തു ചുറ്റാണ് ചൈനയിൽ. ചൈന എല്ലാവിധ സൗകര്യം കൊടുത്ത് അവരെ ക്ഷണിക്കാണ്. മുതലാളിത്തത്തിലേക്ക് തിരിച്ചു നടക്കാണ്. ഏത്? കമ്മ്യൂണിസ്റ്റ് ചൈന. റഷ്യ തകർന്നു. സ്വകാര്യ ഇൻവെസ്റ്റർമാരെ തിരിച്ചു കൊണ്ടുവന്നു. ഇപ്പൊ അവരെല്ലാം വലിയ ബില്യണർമാരായി മാറി. മുതലാളിത്തം തിരിച്ചു കൊണ്ടുവന്നു. അതിനിടയിൽ കോടാനക്കോടി ജനങ്ങൾ നഷ്ടപ്പെട്ടു. അവർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. പട്ടിണി, കട്ടപ്പാട്, എന്തൊക്കെയാ അവർക്ക് നഷ്ടപ്പെട്ടത് കൈ കണക്കൂല്ല. അപ്പൊ ഇവിടെ ഞാൻ നീട്ടി പറയുന്നില്ല, ചിന്തിക്കണം. ഇതിന്റെ പ്രസംഗത്തിന് 1-ാം ഭാഗമാണ്. ഇതിന്റെ വീണ്ടും 2-ാം ഭാഗം വരുന്നുണ്ട്. ചിന്തിക്കണം. ഇസ്ലാം സോഷ്യലിസത്തിന്റെയും ക്യാപിറ്റലിസത്തിന്റെയും
നടുവിലുള്ള വളരെ കൃത്യതയുള്ള വളരെ ബാലൻസ് ഉള്ള കൃത്യമായ ഒരു സംവിധാനമാണ്. അത് മുതലാളിത്തത്തെയും താലോലിക്കുന്നില്ല, തൊഴിലാളിത്ത സർവാധിപത്യത്തെയും താലോലിക്കൂല. അതേ സമയത്ത് തൊഴിലാളിക്ക് എല്ലാവിധ അവകാശങ്ങളും മാന്യതയും മനുഷ്യത്വവും വകവെച്ചു കൊടുക്കും. എന്നാൽ മുതലാളിയെ നിയന്ത്രിക്കുകയും ചെയ്യും. അത് ഭരണാധികാരിയാണെങ്കിൽ പോലും. വസ്ത്രം കൊടുത്തിരുന്നു. റേഷൻ, ലോകത്താദ്യമായി റേഷൻ നടപ്പിലാക്കിയത് സയ്യിദ്നാ ഉമർ ഇബ്നുൽ ഖത്താബാണ്. വ്യവസ്ഥാപിത റേഷൻ കൊണ്ടുവരും. റേഷനിൽ ധാന്യം മാത്രമല്ല, വസ്ത്രം കൊടുക്കും. പെരുന്നാളിന് വസ്ത്രം വിതരണം ചെയ്തു. അങ്ങനെ വസ്ത്രം വാങ്ങി കിട്ടി, പല എല്ലാവർക്കും കിട്ടി. അപ്പം ധാരാളം ആളുകൾ പാവപ്പെട്ടവരില്ലേ, അപ്പം അവർക്കൊക്കെ ഉള്ള വസ്ത്രം ഒക്കെ മുറിച്ചൊക്കെ കൊടുത്തു. അപ്പം കഷ്ടിച്ചേ ഉള്ളൂ, അത് വസ്ത്രം ആണ്ട് കഷ്ടിച്ചേ ഉള്ളൂ. അതിൽ കുറച്ച് വലിച്ചാക്കാനോ ഒന്ന് റാഹത്തായി ഇടാനുള്ള വസ്ത്രം ഇല്ല. അപ്പോൾ പെരുന്നാളിന് എല്ലാവരും വസ്ത്രം തുന്നിക്കൂട്ടി എല്ലാവരും പെരുന്നാപ്പള്ളിക്ക് വന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് വന്നു, ഇമാമത്തിക്കാണ്. മെഹ്റാബിലേക്ക് കയറാൻ നിൽക്കുന്ന കൂട്ടത്തിൽ ഒന്നാം സഫുള്ള ഒരാൾ പറഞ്ഞു, നിങ്ങൾ അനീതിയും അഴിമതിയും കാണിച്ചിട്ടുണ്ട്. അതിന് തീരുമാനം പറഞ്ഞിട്ട് നിസ്കരിച്ചാൽ മതിയാണ്. എന്താന്ന് വെച്ചു പറഞ്ഞു, ഞങ്ങളെ വസ്ത്രങ്ങളൊക്കെ ഇറുകി പിടിച്ചത്. അപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അത്രേ നമ്മളെ ഖജനാവിൽ പണം ഉള്ളൂ, എല്ലാവർക്കും യഥേഷ്ടം വസ്ത്രം കൊടുക്കാൻ മാത്രം ഉണ്ടായില്ല, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. ക്ഷമിക്കണം, നമുക്ക് ഖജനാവിലേക്ക് സൗകര്യം വരുന്നതോടെ ഇതൊക്കെ മാറ്റും, ഇതെങ്കിലും ചെയ്യാൻ കഴിഞ്ഞാൽ സന്തോഷത്തിലാണ് ഞാനുള്ളത്. അപ്പോൾ പറഞ്ഞു ഖലീഫ, അപ്പം നിങ്ങളെ വസ്ത്രവും, നിങ്ങൾ അത്യാവശ്യം വലിയ വസ്ത്രമാണല്ലോ ഇട്ടത്. അപ്പോൾ അപ്പുറത്തെ സൊഫിലുണ്ട് ഇബ്നു ഉമർ ഇബ്നുൽ ഖത്താബിൻ്റെ മകനിലേക്ക് ചൂണ്ടി, മോനെ പറഞ്ഞു കൊടുക്കുന്നു പറഞ്ഞു. അപ്പം മോൻ വിളിച്ചു പറഞ്ഞു, എന്ത്, ബാപ്പാക്കും എനിക്കും വസ്ത്രം കിട്ടി. നോക്കുമ്പോൾ ബാപ്പാക്കും തികയില്ല, എനിക്കും തികയില്ല. അപ്പം ഞാൻ എൻ്റെ വസ്ത്രം ബാപ്പാക്ക് കൊടുത്തു. എൻ്റെ വസ്ത്രം കൂട്ടിയാണ് ബാപ്പാക്ക് തയ്ച്ചത്, അതുകൊണ്ടാണ് ബാപ്പാൻ്റെ ജനങ്ങൾ കരഞ്ഞു. ഇതാണ് ഇസ്ലാം. നിങ്ങൾ പറഞ്ഞ മനസ്സിലായി. ബാപ്പാക്ക് വസ്ത്രം കിട്ടി, മകന് വസ്ത്രം കിട്ടി. വീട്ടിൽ ചെന്നാളെ നോക്കുമ്പോൾ ബാപ്പാക്കും തികയില്ല, മകന് തികയില്ല. അപ്പം മകൻ എന്ത് ചെയ്തു, എൻ്റെ വസ്ത്രം ബാപ്പാക്ക് എടുക്കട്ടെ. അങ്ങനെ മകൻ്റെയും ബാപ്പാൻ്റെയും കൂടെ വസ്ത്രം കിട്ടിയിട്ടാണ് അത്യാവശ്യം മാന്യമായ വസ്ത്രം ആർക്കായത്, മകന് വസ്ത്രമില്ല. അതാണ് ഇസ്ലാം. അധികാരിക്കും ധനാഢ്യനും നീതിബോധം നൽകും. അധികാരിക്കും ധനാഢ്യനും നീതിബോധം നൽകും, എല്ലാവർക്കും. ഫ്രഞ്ച് മാർക്സിസ്റ്റ് ചരിത്രകാരനായ, ഫ്രാൻസിലെ മാർക്സിസ്റ്റുകാരനായ പ്രഗത്ഭനായ കമ്മ്യൂണിസ്റ്റ് ചരിത്രകാരനും EPH ഇൻസ്റ്റിറ്റ്യൂട്ടിലെ അധ്യാപകനും ആയിരുന്ന മാക്സിം റോഡിൻസൺ എഴുതിയ ഒരു പുസ്തകമുണ്ട്, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫ്രഞ്ച് പ്രസാധകരായ ന്യൂ PR ആണ് 1980 ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ഈ പുസ്തകത്തെക്കുറിച്ച് നമ്മുടെ തിരുദൂതർ പുസ്തകത്തിന്റെ 161 പേജിൽ ഉണ്ട്. മനസ്സിലായില്ല? ഇസ്ലാം ഒരു കമ്മ്യൂണിസത്തിനോ ഒരു സോഷ്യലിസത്തിനോ ഒരു മുതലാളിത്ത വ്യവസ്ഥയ്ക്കോ ചെയ്യാൻ കഴിയാത്തതാണ് ലോകത്ത് ഇന്ന് വരെ ഇസ്ലാം. നിങ്ങൾ ഇസ്ലാമിനെ പഠിക്കാൻ തയ്യാറാണ്, ഇസ്ലാമിനെ വിമർശിക്കാൻ വിമർശിച്ചു. ഞങ്ങൾക്ക് ആര് വിമർശിച്ചാലും ഞങ്ങളെ സംബന്ധിച്ചൊരു വിഷയമല്ല. എന്തുകൊണ്ട്? മാന്യമായി ഏത് വിമർശത്തിന് മറുപടി പറയാൻ നിസ്സാരാണ്. ഇവിടെ മുഹമ്മദ് നബിയുടെ മേൽ പുസ്തകം എഴുതുന്നത് ഫ്രഞ്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ പ്രഗത്ഭനായ നേതാവ് EPH ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പ്രൊഫസർ മാക്സിം റോഡിൻസൺ. അദ്ദേഹം ഫ്രാൻസിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാവ്. 1915 ജനിച്ച് 2004 അദ്ദേഹം മരിക്കുന്നത്. ഫ്രഞ്ച് പ്രസാധകരായ ന്യൂ PR ആണ് 1980 ഈ പുസ്തകം പ്രസിദ്ധീകരിച്ച പുസ്തകത്തിന്റെ പേര് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് ഈ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നത് എന്ന് നോക്കൂ. ഒരു ജനതയുടെ സാമൂഹികവും സാമ്പത്തികവുമായ സർവ്വമേഖലകളെയും നീതീകരിക്കുകയായിരുന്നു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സോഷ്യലിസത്തിന്റെ ആദ്യ ജനകീയ മുഖമായി നമുക്ക് ഇസ്ലാമിനെ കാണാം. സാമ്രാജ്യത്വ വിരുദ്ധതയും മുതലാളിത്ത വിരുദ്ധതയും ഇസ്ലാമിന്റെ സാമൂഹിക ചിന്തകളുടെ അടിസ്ഥാന ആധാരമാണ്. മുതലാളിത്ത വിരുദ്ധതയ്ക്ക് ഇസ്ലാമുണ്ട്. മുതലാളിയെ നീതിയോടുകൂടെ വർത്തിക്കാൻ മുതലാളിക്ക് എല്ലാ സൗകര്യവും, പക്ഷേ മുതലാളിത്തം പ്രയോഗിക്കാൻ വയ്ക്കൂല.
മുതലാളിത്തം എന്നത് ഒരു ചൂഷണവും അഹങ്കാരമാണ്. അത് തൊഴിലാളിയുടെ മേലെ അടിച്ചേൽപ്പിക്കാൻ സമ്മതിക്കൂല. മുതലാളിത്തത്തിനെതിരാണ്, എന്നാൽ മുതലാളിക്കെതിരല്ല. മനസ്സിലായോ പറഞ്ഞത്? സമ്പന്നരും ദരിദ്രരും തമ്മിലുള്ള അകലം ഇസ്ലാമിക സമൂഹങ്ങളിൽ പിൽക്കാലഘട്ടത്തിൽ തുലോം ഏറെ തുച്ഛമായിരുന്നു. ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് എഴുതിയ പുസ്തകത്തിൽ നിന്നാണ്. മുഹമ്മദ്, അദ്ദേഹത്തിന് എന്തിനാണ് ഒരു ഇങ്ങനെ എന്തുകൊണ്ട് ഒരു മാർക്സിസ്റ്റുകാരൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ലോക ചരിത്രത്തിൽ ഉണ്ടാക്കാൻ കഴിയാത്ത വിപ്ലവം 1400 കൊല്ലം മുമ്പ് ഉണ്ടാക്കിയ ആളാണ് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ദൈവദൂതൻ മുഹമ്മദിന്റെ കാലഘട്ടത്തിൽ തന്നെ സമ്പത്ത് വലിയ അളവിൽ സാധുക്കൾക്ക് വിതരണം ചെയ്തിരുന്നു. മനുഷ്യ ചരിത്രത്തിൽ ആദ്യമായി മിനിമം സ്റ്റാൻഡേർഡ് ഇൻകം ഉറപ്പുവരുത്തുന്ന ഭരണരീതി ലോകത്ത് ആരംഭിക്കുന്നതും ദൈവദൂതൻ മുഹമ്മദിന്റെ അനുയായികളാണ്. അതായത് ഒരാളുടെ ഇൻകം പരിശോധിച്ച് അയാൾക്ക് വേണ്ട ആനുകൂല്യം കൊടുക്കുക. കച്ചവടത്തിലും കണക്കുകളിലും കൃത്യത ഉറപ്പുവരുത്തുന്നതിന് ദൈവദൂതൻ മുഹമ്മദ് പ്രത്യേകം ശ്രദ്ധ ചെലുത്തിയിരുന്നു. അത് എന്തുകൊണ്ട്? ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരാളെ കച്ചവടത്തിലെ കണക്ക് കൃത്യമായി ഭരണകൂടത്തിന് കിട്ടണം. കാരണം ഇയാൾക്ക് വർഷത്തിൽ എന്ത് വാങ്ങണം, സക്കാത്ത് വാങ്ങിക്കൊടുക്കണം. മനസ്സിലായില്ല? കൃത്യം കച്ചവട അന്ന് കണക്ക് എഴുതാൻ കഴിയാത്തവരെ അടിക്കും ഭരണാധികാരി. മദീന അങ്ങാടിയിൽ വന്നിട്ട് കണക്ക് പരിശോധിക്കും, കണക്കില്ലേ അടി കൊടുക്കും. കാരണം ഈ കണക്കനുസരിച്ചാണ് ഇയാൾ എന്ത് ചെയ്യേണ്ടത്, സക്കാത്ത് കൊടുക്കേണ്ടത്. കണക്കെത്താൻ കഴിയില്ലെങ്കിൽ കച്ചവടം നടത്താൻ വയ്ക്കൂല, കണക്കറിയണം. ഇതിനെല്ലാം പുറമെ സാധാരണക്കാർക്ക് ധനികരും കച്ചവടക്കാരും കർഷകരും നിർബന്ധമായി നൽകേണ്ട സാമ്പത്തിക സഹായം ഉറപ്പുവരുത്തുന്ന സക്കാത്ത്, സ്വതക്ക തുടങ്ങിയവരും ഇസ്ലാമിന്റെ മുഖമുദ്രയാണ്. ദൈവദൂതൻ ജീവിച്ചതും മരിച്ചതും ഒരു തരം ദാരിദ്ര്യത്തിലായിരുന്നു. അതേസമയം അവിടത്തേക്ക് വന്നെത്തിയ സമ്പത്ത് മുഴുവനും സാധുക്കൾക്ക് വീതിച്ചു നൽകി. ഇതൊരു കമ്മ്യൂണിസ്റ്റ് എഴുതിയ പുസ്തകമാണ്. ആധുനികനായ കമ്മ്യൂണിസ്റ്റ്. കർഷകർക്കും തൊഴിലാളികൾക്കും കൂടുതൽ അവകാശങ്ങളും ഇളവുകളും നൽകുന്ന സാമ്പത്തിക നിയമങ്ങളാണ് ദൈവദൂതൻ മുഹമ്മദ് മുന്നോട്ട് വച്ച നിയമങ്ങളിൽ മുഴുവനും കാണാൻ കഴിയുന്നത്. തൊഴിലാളികൾക്ക് അവരുടെ വിയർപ്പുണങ്ങുന്നതിന് മുമ്പ് തൊഴിലുടമ കൂലി നൽകണമെന്ന് അവിടുന്ന് കർശന നിർദ്ദേശം വച്ചു. ദരിദ്രനെ കൂടുതൽ കടക്കണിയിലേക്ക് തള്ളുന്ന സാമൂഹിക തിന്മയായ പലിശ സമ്പൂർണമായും മുഹമ്മദ് നിഷിദ്ധമാക്കി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പലിശ വ്യാപാരം അന്ന് ലോകവ്യാപകമായും സർവ്വസാധാരണമായ ഒരു ദൈനംദിന വ്യവസ്ഥിതിയായിരുന്നു. ദൈവദൂതന്റെ ബന്ധുക്കൾക്കും അടുത്ത അനുചരർക്കും അടക്കം ലഭിക്കാനുള്ള മുഴുവനും പലിശയും അവിടുന്ന് എഴുതിത്തള്ളി. യാതൊരുവിധ ചൂഷണത്തിനും ഇട നൽകാതെയുള്ള സമത്വത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും സമ്പൂർണതയാണ് ഇസ്ലാമിലൂടെ മുഹമ്മദ് മുന്നോട്ട് വെച്ചത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫ്രഞ്ച് കമ്മ്യൂണിസ്റ്റ് നേതാവായ മാക്സിം റോഡിൻസന്റെ 1980 ഫ്രാൻസിലെ പ്രധാനപ്പെട്ട പ്രസാധകരായ ന്യൂ പി ആർ പ്രസിദ്ധീകരിച്ച പുസ്തകമാണ് ഈ പുസ്തകം. നിങ്ങൾ ചിന്തിക്കുക, ഇന്ന് വരെ മാനവ ചരിത്രം ഇസ്ലാമിന്റെ എക്കണോമിക് സിസ്റ്റം പോലെ ഒരു സിസ്റ്റം കണ്ടിട്ടില്ല. ഇസ്ലാമിനെ പോലെ മനുഷ്യനെ നേരെ നിർത്താൻ വേറൊന്നിനും കഴിയില്ല. ഏതെങ്കിലും ഒരു മുതലാളിയുടെ ഏതെങ്കിലും ഒരു ശത്രുവിന്റെ പോലും മരത്തിന്റെ കൊമ്പോട്ടിരുന്ന ഇസ്ലാമിന് കൽപ്പന. നിങ്ങളൊരു ശത്രു രാജ്യത്തേക്ക് യുദ്ധം ചെയ്യാൻ നിർബന്ധിതനായാൽ പോലും നിങ്ങൾ എന്ത് ചെയ്യരുത്, ഒരു മരത്തിന്റെ കൊമ്പോട്ടരുത്. അതേ സമയത്ത് ജോസഫ് മുരിക്കന്റെ തെങ്ങും വാഴയും മുഴുവനും കമ്മ്യൂണിസ്റ്റ് വെട്ടി 1970-കളിൽ. എന്ത് പേരും പറഞ്ഞ് ഞങ്ങൾ കൊയ്യും വയലുകളെല്ലാം ഞങ്ങളുടേതാകും പൈങ്കളിയേൻ. പിന്നെ കൊയ്തതുമില്ല, വയലുണ്ടായിരുന്നു. ഇന്ന് തരിശുനിലായി കിടക്കുക. ആകെ ജോസഫ് മുരിക്കനെ നിഷ്കാസനം ചെയ്തതിന് ശേഷം അവിടെ പൊതുമേഖലയായി കർഷക സംഘം കൃഷി നടത്തിയത് ആകെ 973 ഒറ്റ വർഷം. അത് ഭീമൻ നഷ്ടത്തിലായി. പിന്നെ ആ ഭാഗത്തേക്കാരും തിരിഞ്ഞു നോക്കിയില്ല. ഇപ്പൊ തരിശുനിലായി കിടക്കുക. നമുക്ക് പറഞ്ഞത് മനസ്സിലായോ? ചിന്തിക്കണം. കമ്മ്യൂണിസം ഒരു ദുരന്തമാണ്, സോഷ്യലിസം ഒരു ദുരന്തമാണ്. എല്ലാം ദുരന്തം. മനുഷ്യൻ അവന്റെ താല്പര്യങ്ങൾ കടത്തിക്കൂട്ടിയ ഇസങ്ങളും പ്രത്യയശാസ്ത്രങ്ങളും മുഴുവനും ദുരന്തം. ലോകത്ത് എല്ലാ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളും മുതലാളിത്തത്തിലേക്ക് മാറുക എല്ലാവരും. എന്നാൽ ഈ മുതലാളിത്തം ഇനി വലിയ ഭീഷണിയാവുകയും ചെയ്യും. എന്തുകൊണ്ട്? ധാർമ്മിക മൂല്യങ്ങളില്ല. മനസ്സിലായോ പറഞ്ഞത്? ഇപ്പോഴത്തെ കൊറോണ എന്ന രോഗത്തെ കൊണ്ടുവന്നു. ആരാ കൊണ്ടുവന്നത്? മുതലാളിത്തം. മനുഷ്യനിർമ്മിതമായ രോഗമാണ് കൊറോണ. എന്ത് ചൂഷണം, ലാഭം ഉണ്ടാക്കൽ.
ആരൊക്കെ അതൊക്കെ ചെയ്യുന്നത്? ഇന്ന് ലോകം കണ്ട ഏറ്റവും വലിയ പണക്കാർ, ആന്റിബയോട്ടിക്കിൽ ഏറ്റവും കൂടുതൽ പണം നിക്ഷേപിക്കുന്നത് ആരാ? ബിൽഗേറ്റ്സിനെ പോലത്തെ മുതലാളിമാർ. അവരെന്നെ ഏറ്റവും വലിയ കർഷകർ, അവരെന്നെ ഏറ്റവും വലിയ ധനാഢ്യർ, അവരെന്നെ ഏറ്റവും വലിയ അമേരിക്കക്കാരും മറ്റും അവരെന്നെയാണ്. അങ്ങനത്തെ ഒരു വ്യവസ്ഥ അവിടെ ഉണ്ടാവില്ല. ഇസ്ലാമിൽ കൃത്യമായി നിയന്ത്രിക്കപ്പെടും. ഇസ്ലാമിക ഭരണം കൃത്യമാകുന്ന ഒരു കാലത്ത് കൃത്യമായി നിയന്ത്രിക്കപ്പെടും. അതേ സമയത്ത് ലെനിനോ സ്റ്റലിനോ ആർക്കും, ക്രൂഷ്ചേവിനോ ബ്രഷ്നേവിനോ ഗോർബച്ചേവിനോ നിയന്ത്രിക്കാൻ കഴിയാതെ, ഒരു നൂറ്റാണ്ട് പോലും പിടിച്ചു നിൽക്കാൻ കഴിയാതെ 1917 അധികാരത്തിൽ വന്ന കമ്മ്യൂണിസ്റ്റ് വ്യവസ്ഥിതി 1990 നിലമുത്തി. പിന്നെ അവർക്ക് ആകെ ബാക്കിയുള്ളത് കുറച്ച് വേശ്യകൾ മാത്രമായിരുന്നു. ആകെ ബാക്കി ഇതിൻ്റെ രണ്ടാം ഭാഗം വിശദീകരിക്കും അടുത്ത ക്ലാസ്സിൽ. ഇസ്ലാമിക് എക്കണോമിയാണ് യഥാർത്ഥ എക്കണോമി. അതിലൊന്നും ഉണ്ടാവില്ല, ഒരു ചൂഷണം ഉണ്ടാവില്ല, ഒരു ബീവറേജ് ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. ഒരു അനാവശ്യ സമ്പത്തിനെ വാരിക്കൂട്ടൂല. ഒരു മുതലാളിത്തം നടപ്പിലാക്കാൻ മുതലാളിയെ സമ്മതിക്കൂല. അതേസമയത്ത് മുതലാളിക്ക് അവസരം കൊടുക്കാതിരിക്കൂല. പക്ഷെ മുതലാളിത്തം അടിച്ചേൽപ്പിക്കാൻ വയ്ക്കൂല. മുതലാളിയും മുതലാളിത്തവും രണ്ടാണ്. സാധുക്കളെ മേൽ ചൂഷണം ചെയ്യുന്ന രീതിക്കാണ് എന്ത് പറയാ? മുതലാളിത്തം. മുതലാളി ഉണ്ടാകണം. ഒരു മുതലാളി ഉണ്ടായാലേ, ഒരു മരം ഉണ്ടായാലേ ആ മരത്തിന്റെ ചുവട്ടിൽ ആളുകൾക്ക് നിൽക്കാൻ കഴിയുള്ളൂ. അതെല്ലാവർക്കും കഴിയില്ല. ചില ആളുകൾക്ക് കച്ചവടം നല്ല കഴിവുണ്ടാവും, ചില ആളുകൾക്ക് കഴിവുണ്ടാവില്ല. അപ്പൊ എല്ലാവരും കൂടി കച്ചവടം ചെയ്യാൻ കിട്ടുന്ന എന്താ കാര്യം? കച്ചവടം അല്ലേ? ചില ആളുകൾക്ക് കൃഷി വലിയ ഇഷ്ടമായിരിക്കും. എനിക്ക് വലിയ ഇഷ്ടം കൃഷി. ഇതൊന്നല്ല എൻ്റെ ഇഷ്ടം കൃഷിയാണ്. കൃഷി എന്ന് പറഞ്ഞാൽ സന്തോഷം. ഞാൻ ഇറാനിലെ കൃഷിയെ പറ്റി കേട്ടപ്പോൾ എനിക്ക് വലിയ കൊതിയാകുന്നു പോയി കാണാൻ. എന്തുകൊണ്ട്? നമുക്ക് നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കാൻ കഴിയും. തമിഴ്നാട്ടിലോ ആന്ധ്രയിലോ മഹാരാഷ്ട്രയിലോ പോയിട്ട് ഒരു 10, 100, 200 ഏക്കർ എടുത്തിട്ട് കൃഷി ചെയ്യുക, വ്യവസ്ഥാപിതമായി കൃഷി കൊണ്ടുവരിക. അപ്പോൾ എത്രയോ ഉൽപ്പന്നങ്ങൾ നാട്ടിൽ കിട്ടും. ഭക്ഷണം ഉണ്ടാവുമല്ലോ ജനങ്ങൾക്ക്. അതായത് 957 മുമ്പ് സമൃദ്ധമായി സ്വന്തം കൃഷി കൊണ്ട് മതിയായിരുന്ന ഒരു നാടാണ് ഏത്? കേരളം. 957 ഭൂപരിഷ്കരണ നിയമം വന്നതോടുകൂടെ ജന്മിമാരില്ലാതെയായി. ജന്മിത്വം തെറ്റാണ്, പക്ഷെ ജന്മി ശരിയാണ്. ജന്മി ഉണ്ടാകണം. ജന്മിത്താണ് തെറ്റ്. അതായത് ധാർമ്മിക ബോധമില്ലാതെ തൊഴിലാളികളെ കൊല്ലാക്കൊല ചെയ്യുന്ന ജന്മിത്വം തെറ്റാണ്. അതായത് ജന്മി ഉണ്ടാവണം. ജന്മി ഇന്റലിജന്റ് ആയിരിക്കുമ്പോഴേ നാട്ടിൽ ധാന്യം ഉണ്ടാവുള്ളൂ. തൊഴിലാളിക്ക് അത് ചെയ്യാൻ കഴിയില്ല. പൊട്ടിയല്ലോ. ജോസഫ് മുരിക്കനെ തകർത്തിട്ട് എന്തുണ്ടായത്? കേരളത്തിന്റെ 6000 ഏക്കറിന്റെ ധാന്യം വർഷാവർഷം 940 മുതൽ 970 വരെയുള്ള കാലഘട്ടങ്ങളിൽ കൊടുത്തിരുന്ന ഒരു 30 വർഷം കേരളത്തിന്റെ നെല്ലറയെ സമൃദ്ധമാക്കിയ ഒരു മനുഷ്യൻ അവസാനം എല്ലാം നഷ്ടപ്പെട്ട് മാനഹാനി, ഹൃദയം പൊട്ടി 1972 തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ജനറൽ വാർഡിൽ കടന്ന് മരിക്കാൻ കാരണക്കാർ കമ്മ്യൂണിസ്റ്റുകാരാണ്. അതിന് കാരണം 957 കൊണ്ടുവന്ന ഭൂപരിഷ്കരണ നിയമമാണ്. അതുകൊണ്ട് ചിന്തിക്കുക. ഒക്കെ വളരെ പഠനവിധേയമാക്കിയ പുസ്തകത്തിൽ ഇതിൻ്റെ ബാക്കി നിറവ് എന്ന അടുത്ത പുസ്തകം വരാൻ പോകുന്നുണ്ട്. ഇത് നിർബന്ധമായും ഈ പുസ്തകം വായിച്ചിരിക്കണം. ഈ പുസ്തകം ഞാൻ വിശദീകരിക്കാനുള്ള കാരണം, ഈ പുസ്തകം അറിയൽ ആവശ്യമാണ്. പണ്ഡിത പാമര വ്യത്യാസമില്ലാതെ ഈ പുസ്തകം എല്ലാവരും വായിക്കണം. ഇതൊരു പേര് നിയോഗം എന്നതുപോലെ തിരുദൂതർ നിയോഗം പോലെയുള്ളൊരു പുസ്തകവുമാണ്. ഇൻഷാ അല്ലാഹ്. ربنا عليك توكلنا وإليك أنبنا وإليك المصير حسبنا الله ونعم الوكيل نعم المولى ونعم النصير ولا حول ولا قوة إلا بالله العلي العظيم.